നമുക്കെന്തല്ലോ ഇന്ന് ആചാറാങ്കോ ഇല്ലേ, ആ കമ്പനീൻ്റെ ടൈപ്പ് അച്ചാറിടാം. മാങ്ങാച്ചാർ നമ്മളിട്ട ആചാറാങ്കോ ആവൂല, കരക്കാടൻസേ ആവും. ആണോ? എന്നാലായിക്കോട്ടെ. എണ്ണ ഇത്ര മതിയാവുമല്ലേ? ഇനഫ് ഇനഫ്. എന്നാല് ഇത് കത്തിച്ചില്ലേ, ചൂടാവുന്നില്ലല്ലോ. അപ്പോഴാണ് കറക്റ്റ് ആചാറാങ്കോ ആയത്. നോക്ക, ആ ഉള്ളിയൊക്കെ അരിഞ്ഞോ? ഇഞ്ചി സമയത്തെല്ലാം കിട്ടിയാ പോരെ. ആദ്യം കത്തിച്ച് ചൂടാക്ക് നീ, അതിനാവൂല. പിന്നെ ആ വറുത്ത് വെച്ച മറ്റേ കടുകും ഉലുവയും പൊടിച്ച് വെക്കണേ. ചൂടാട്ടെ, എണ്ണ ചൂടാട്ടെ. എണ്ണ ചൂടായിട്ടാണ് പൊടിക്കുന്നത്. ഈ കുറച്ച് കടുക് ഇട്ടിട്ടോ ഞാൻ ഇടുക. അപ്പോൾ പിന്നെ മുഴുവൻ വേണ്ടി വരുമോ? ആ ഒരു ചവയ്ക്ക് ഇരുന്നോട്ടെ അല്ലേ. ചപ്പലിട്ട് വിട്ടാ പൊട്ടി 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 പൊട്ടിയോ? പെട്ടെന്നു അമ്മേൻ്റെ കുക്കർ ഫീസിൽ അല്ലേ പൊട്ട് എന്തോ നോക്കിട്ടോ അമ്മേ. ഇനി എന്താ എടുത്തോണ്ട് വാ നീ. മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിന്ന് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ജിഞ്ചർ ആൻഡ് ഗാർലിക് എന്ന് പറയാം. എന്നാലേ നമുക്ക് തോന്നുന്ന എടുത്തോണ്ട് പോ. കൊണ്ടുവരാം. സമയമായിട്ടില്ല, പൊട്ടി പൊട്ടി വരുന്നതേ ഉള്ളൂ. ഇത് എനിക്ക് ഒന്നിച്ചിരി എണ്ണ അധികമാണ് കേട്ടോ. എന്നാലേ മറ്റേതാവും. ഇതാ ഇട് സാധനം ഇട്. തവി എന്ത് ചെയ്യണ്ടേ? തവി എവിടെ ആയിരുന്നു? പിന്നെ ഇളക്കാന് ഇതേ മഞ്ഞപ്പൊടി ഇട്ടെ. അയ്യോ, മഞ്ഞപ്പൊടി അല്ലായിരുന്നല്ലോ വേണ്ടത്. എന്തെങ്കിലുമൊക്കെ മുളക് പൊടിയായിരുന്നു വേണ്ടത്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് എന്താ ടേസ്റ്റ് കൂടും. ആണോ? കുറച്ചധികം മുളക് പൊടി ഇട്ടാൽ പിന്നെ മഞ്ഞപ്പൊടി ആരും കാണൂലേക്കല്ലേ. ഒരു ഫ്ലേവറിന് ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ അല്ലേ. മറ്റേ ഇതെടുത്ത് വെച്ചോ? മാങ്ങ എടുത്ത് വെച്ചേ. മാങ്ങയൊക്കെ എപ്പോഴോ എടുത്ത്. ഇനി ഇതെന്താ പൊടി? അച്ചാറ് പൊടി ഇനി ഇല്ലല്ലോ. മറ്റേ പൊടികളാ പറഞ്ഞ പൊടികൾ. ഇത് കടുക് പൊടി, മസ്റ്റാർഡ് പൗഡർ, ഉലുവ ഇനി എടുത്തോണ്ട് പോ. ഉലുവ ആ ഇഞ്ചിക്കല്ലിൽ ഇടിച്ച് വെച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഉലുവ അധികമായിട്ടേ കുറുകിപ്പോയി നമ്മ പറഞ്ഞ്. ഉലുവ അധികമായ കുറുകും. എന്നാ പിന്നെ കുറുകാനുള്ളതിനകത്തൊക്കെ ഇച്ചിരി ഉലുവ ഇട്ടതില്ലോ, അപ്പം കഴിക്കും. ഓഹോ, വറുത്തിട്ടാ കഴിക്കൂലേക്കും. കറിവേപ്പില, കറി ലീവ്സ് എന്ത് കുറച്ച് 4-5 കുറച്ച് ഇടിട്ടു ഇതിൻ്റെ അകത്തോട്ട്. ഇപ്പഴല്ലേ ഇടുന്നത്? മാങ്ങ ഇട്ടിട്ടാണ്ടെന്ന് ഇടുന്നുണ്ടല്ലോ. ഇടുന്നുണ്ട്. ഞാൻ ചോദിച്ചാ മാങ്ങ. ഇത് നിന്റെ അച്ചാറല്ല, എന്റെ അച്ചാറാ. നീ ഓൺലി ആജ്ഞാപിക്കൽ. ഇട്, അതിട്, ഇതിട്. അതങ്ങനെയാണല്ലോ. വലിയ ഡയലോഗ് അടിക്കണം. മാങ്ങ എടുത്തോണ്ടോ? മാങ്ങ വരുന്നു. മാംഗോസ്. ഉപ്പ് ഇനി ഇടണ്ടല്ലേ? ഇതിനകത്ത് ഇച്ചിരി ഇട്ട് വെച്ചല്ലായിരുന്നു അന്നേരം. ഉപ്പ് തിരുമിയ മാംഗോ. ഞാൻ നിന്നോട് പറഞ്ഞ ഇച്ചിരി ചെറുതാക്കി എറിയാൻ കേട്ടോ. അപ്പൊ അപ്പ പറഞ്ഞല്ലോ വലുതാക്കിയാലും. പപ്പ അങ്ങനെ വല്ലതും പറയും. എല്ലാത്തിനും ഒരേ വലിപ്പം കേൾക്കണം. മൂത്തോര് പറയും എല്ലാത്തിനും ഒരേ കഴിക്കും, പിന്നെ മധുരിക്കും. എല്ലാത്തിനും ഒരേ മധുരം കണ്ടിട്ട് പപ്പ എന്താ പറഞ്ഞത്? ഇതന്നെ ഈ കാണിച്ചു വെച്ചേക്കുന്ന ഇച്ചിരി മുഴുപ്പിലരിയുന്നു. ഞാൻ ആദ്യം മുഴുപ്പിലരിഞ്ഞപ്പോ നീ എന്നെ കുനുകുനുകുനു ആക്കി. അല്ല മോളെ, അച്ചാറിനൊരു ഐശ്വര്യം വേണേ ചെറുതാക്കി. അത്ര ഐശ്വര്യം വേണ്ട. ഉപ്പ് വേണ്ടാന്ന് തോന്നുന്നല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ടൊക്കെ ഉപ്പും. ഇതിനൊരു കളറില്ലല്ലോ. അല്ല, ഫോണിലാട്ടോ കളറില്ലാത്തത്. ടോർച്ചിന് നല്ല കളറുണ്ട്. ഇതിന് തീ ഓഫായി പോയായിരുന്നു. ഒരു പൊട്ടത്തീ. വെറുതെ ആണോ? കളറും ഇല്ല, ഗുണവും ഇല്ല, മണവും ഇല്ല, മൂത്തിട്ടുമില്ല. ആരുടെ അച്ചാറാന്ന് പറഞ്ഞേ? ആചാറാൻകോ. അവരറിഞ്ഞ നമ്മളെ അച്ചാർ കമ്പനി പൂട്ടും. എന്താ അത്രയും നല്ല. പിന്നെ നമ്മുടെ പ്രോഡക്ട്സ് വിപണിയിലേക്ക് ഇറങ്ങും. തന്നെ കളറായില്ലേ? അച്ചാർ പണി കഴിഞ്ഞ് ഈസി. ഇതിനകത്ത് അല്ല വിനാഗിരി കടയിലാള്. വിനാഗിരി മേടിച്ചോണ്ട് വന്ന് 2 ദിവസം കഴിഞ്ഞ് അമ്മ ഇതിനകത്ത് ഇച്ചിരി വിനാഗിരി വേണം ഒഴിച്ചിട്ടോ. അല്ല, ഇതെന്തിനു വാങ്ങി? നമ്മുടെ പ്രോഗ്രാമിലേക്കുള്ള അച്ചാറ്. നമ്മുടെ പ്രോഗ്രാമിനുള്ള അച്ചാർ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? കായപ്പൊടി എപ്പോഴായിരുന്നു ഇടേണ്ടത്? എന്തായാലും ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അന്നത്തെ പ്രോഗ്രാമിനുള്ള അച്ചാറാ. കർത്താവിനറിയാം, അടിപൊളിയാകുമായിരിക്കും.